നമസ്കാരം. അടുത്ത കാലത്തായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റും നേരിടാത്ത അല്ലെങ്കിൽ നേരിടാനാകാത്ത അത്രയും വലിയ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിടുന്നത്. സ്വന്തം ജനതയെയും മണ്ണിനെയും മറന്നുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ച ട്രംപിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വോട്ട് നൽകി വിജയിപ്പിച്ചവരൊക്കെ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ട്രംപിനോട് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇന്നലെ ലോകം സാക്ഷിയായത്. എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം എന്ന് പറയുന്നത്. ട്രംപ് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യത്തുടനീളം ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അമേരിക്കൻ ജനാധിപത്യത്തിലെ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും അതുപോലെ തന്നെ അസ്വസ്ഥതകളെയും അടിവരയിടുന്നതാണ്. ഒരു പ്രത്യേക നഗരത്തിലോ സംസ്ഥാനത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിഷേധം ഒരു ദേശീയ ഐക്യത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പരസ്പര ബന്ധമില്ലാത്ത വിവിധ വിഭാഗങ്ങളെ, മനുഷ്യാവകാശ പ്രവർത്തകരെ, പരിസ്ഥിതി സ്നേഹികളെ, പൗരാവകാശ സംഘടനകളെ ഒരു പൊതുവികാരത്തിന്റെ ചരടിൽ കോർത്തെടുക്കാൻ ഈ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ട്രംപിനെതിരായ പ്രതിഷേധങ്ങളുടെ പ്രധാന പ്രേരക ശക്തി അദ്ദേഹത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ തന്നെയാണ്. കുടിയേറ്റക്കാരോടുള്ള സമീപനം, പ്രത്യേകിച്ച് അതിർത്തിയിലെ കടുത്ത നയങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക്, കാലാവസ്ഥാ വ്യതിയാനത്തെ നിഷേധിച്ചുകൊണ്ടുള്ള നിലപാടുകൾ എന്നിവയെല്ലാം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. എന്റെ ശരീരം എന്റെ തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത വുമൺസ് മാർച്ച് പോലുള്ള പ്രക്ഷോഭങ്ങൾ ട്രംപിന്റെ സ്ത്രീകളോടുള്ള സമീപനത്തോടുള്ള ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. ഇത് കേവലം രാഷ്ട്രീയ എതിർപ്പ് എന്നതിലുപരി അമേരിക്കൻ സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ജനകീയ ആഹ്വാനമായിരുന്നു. ട്രംപിന്റെ വിഭജന രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ പൊതുപ്രസംഗങ്ങളിലെ വിവാദപരമായ വാക്കുകൾ, മാധ്യമങ്ങളോടുള്ള ശത്രുതാപരമായ സമീപനം എന്നിവയെല്ലാം പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾ പലപ്പോഴും വളരെ സമാധാനപരവും ക്രിയാത്മകവുമായിട്ടുണ്ടായിരുന്നു. പ്ലക്കാർഡുകളിലും മുദ്രാവാക്യങ്ങളിലും തങ്ങളുടെ ആശങ്കകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങളൊരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനല്ല, മറിച്ച് ജനാധിപത്യപരമായ സംവാദത്തിനും സമത്വത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഒരൊറ്റ നേതാവിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും പൊതുവേദികളിൽ തങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുമുള്ള പൗരന്മാരുടെ അവകാശം എത്രത്തോളം ശക്തമാണ് എന്ന് ഈ പ്രക്ഷോഭങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് വേണ്ട എന്ന മുദ്രാവാക്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു താൽക്കാലിക പ്രതിഭാസമായിരുന്നില്ല. അത് അമേരിക്കയുടെ സാമൂഹികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായ ഭാവിയെക്കുറിച്ച് പൗരന്മാർക്കുള്ള ആശങ്കകളുടെ പ്രതിഫലനം കൂടിയാണ്. അതായത് ട്രംപ് ഇനിയും ഭരണം തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ വളരെ പരിതാപകരമാകുമെന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഒരേ സ്വരത്തിലുയർന്ന ഈ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ശക്തമായ അടിത്തറയും പൗരന്റെ ശബ്ദത്തിന്റെ ശക്തിയും ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളുടെ ഐക്യം അമേരിക്കൻ പൗരന്മാർക്കിടയിൽ ഒരു പുതിയ സാമൂഹിക രാഷ്ട്രീയ അവബോധം വളർത്തുന്നതിന് കാരണമായി എന്നതാണ് വിലയിരുത്തലുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിനോട് അമേരിക്കൻ ജനതയ്ക്ക് ഇത്ര വിദ്വേഷം വരാനുള്ള കാരണം എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ നയങ്ങളെ കുറിച്ചുള്ള അമേരിക്കൻ ജനതയുടെ പ്രതികരണം രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ പോളറൈസേഷന് കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ശക്തമായതും സ്ഥിരതയുള്ളതുമായ പിന്തുണ ലഭിക്കുമ്പോൾ തന്നെ അതിരൂക്ഷമായ എതിർപ്പും ഒരു ഭാഗത്ത് നേരിടേണ്ടി വരികയാണ്. അതായത് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ പ്രധാനമായും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മഗ എന്ന മുദ്രാവാക്യത്തോട് ആഭിമുഖ്യമുള്ളവരുമാണ്. അവരെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഒന്നാമത്തത് സമ്പദ് വ്യവസ്ഥയും നികുതിയും തന്നെയാണ്. അതായത് കോർപ്പറേറ്റ് നികുതി കുറച്ചത്, അതായത് ടാക്സ് കട്ട്സ് ആൻഡ് ജോബ്സ് ആക്ട് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ബിസിനസ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതോടെ
സമ്പദ് വ്യവസ്ഥയെ അത് ഉത്തേജിപ്പിച്ചു എന്നും അവർ കരുതുന്നു. അടുത്ത കാര്യം കുടിയേറ്റമാണ്. അതായത് അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും പ്രത്യേകിച്ച് മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടൊക്കെ തന്നെ നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിലും ട്രംപിന്റെ കർശനമായ നിലപാടുകളെ അവർ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. അടുത്തത് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയം തന്നെയാണ്. വ്യാപാര ഉടമ്പടികളിലും വിദേശ നയങ്ങളിലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ, അതായത് ട്രാൻസ് പസഫിക് പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറിയത് അടക്കമുള്ള നീക്കങ്ങൾ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മാത്രവുമല്ല നീതിന്യായ വ്യവസ്ഥയിലും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്കും മറ്റ് ഫെഡറൽ കോടതികളിലേക്കും യാഥാസ്ഥിതികരായ ജഡ്ജിമാരെ നിയമിച്ചത് യാഥാസ്ഥിതിക വോട്ടർമാർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. അതേസമയത്ത് ലിബറൽ ചിന്താഗതിക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല. ട്രംപിന്റെ നയങ്ങളെയും രാഷ്ട്രീയ ശൈലിയെയും എതിർക്കുന്നവർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരിൽ നിന്നും യാഥാസ്ഥിതിക നിലപാടുകളോട് വിയോജിപ്പുള്ള ചില റിപ്പബ്ലിക്കൻ വിഭാഗങ്ങളിൽ നിന്നും ഉള്ളവരാണ്. അവരുടെ എതിർപ്പിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളോടുള്ള സമീപനം തന്നെയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ സംസാര ശൈലിയും മാധ്യമങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും വിമർശിക്കുന്ന രീതിയും അമേരിക്കൻ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ആരോഗ്യ സംരക്ഷണമാണ്. അതായത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടതാണ്. ഒബാമ കെയർ റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ട്രംപ് മുന്നോട്ട് വെച്ച പാരിസ്ഥിതിക നയം തന്നെയാണ്. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതും പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ ദുർബലപ്പെടുത്തിയതും ഭാവി തലമുറയ്ക്ക് ഭീഷണിയാണെന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന വാദം. പരമ്പരാഗത സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതും വ്യാപാര യുദ്ധങ്ങൾ ആരംഭിച്ചതും ആഗോള സ്ഥിരതയ്ക്ക് കോട്ടം വരുത്തിയെന്ന് എതിർക്കുന്നവർ വിലയിരുത്തുന്നുണ്ട്. പൊതുവായ ഒരു ചിത്രം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അമേരിക്കൻ ജനതയുടെ പ്രതികരണം എന്ന് പറയുന്നത് ട്രംപിന്റെ നയങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ ശൈലിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ ഭരണമാണ് ഇപ്പോൾ അവിടെ മുന്നോട്ട് വെക്കുന്നത്. അത് പല ജനങ്ങൾക്കിടയിലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില നയങ്ങൾ, ഉദാഹരണത്തിന് അതിർത്തി സുരക്ഷ, ഇരു പാർട്ടികളിലും ചില അളവിൽ പിന്തുണ നേടിയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ജനപ്രിയവാദപരമായ സമീപനവും വിവാദപരമായ പ്രസ്താവനകളും കാരണം നയങ്ങൾ പോലും പലപ്പോഴും വ്യക്തിപരമായ ഇഷ്ടക്കേടുകളുടെയോ ഇഷ്ടങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് അദ്ദേഹം ഒരു നേതാവാണ്, അതായത് ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്ന കാര്യം മറന്നുകൊണ്ട് മറ്റു രീതിയിലാണ് അദ്ദേഹത്തിന് പലപ്പോഴും പെരുമാറുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ അനുയായികളുടെ വിശ്വസ്തത വളരെ ഉയർന്നതാണ്. അദ്ദേഹത്തെ ഒരു പോരാളിയായും അതുപോലെ തന്നെ സ്ഥാപിത വ്യവസ്ഥിതിക്കെതിരെയുള്ള ശബ്ദമായിട്ടുമാണ് അവർ നോക്കിക്കാണുന്നത്. മറുവശത്താകട്ടെ എതിരാളികളുടെ പ്രതിരോധം തീവ്രവും അതുപോലെ തന്നെ ഉറച്ചതുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ട്രംപിന്റെ നയങ്ങളോടുള്ള അമേരിക്കൻ പ്രതികരണം എന്നത് അതെ അല്ലെങ്കിൽ ഇല്ല എന്നതിലുപരി ആരാണ് നിങ്ങൾ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ ആഴത്തിൽ വിഭജിച്ചു നിർത്തുന്ന ഒരു പ്രതിഭാസമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം തുടരുന്നു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ എത്തിയത് മുതൽ അദ്ദേഹം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളെയും ഉപദ്രവിക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറി എന്നല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും ട്രംപിന് വരുത്താനും സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെ സമാധാനത്തിന് വേണ്ടിയും അദ്ദേഹം നെട്ടോട്ടം ഓടേണ്ടി വന്നു. ഇതെല്ലാം അമേരിക്കൻ ജനതയെയും കാര്യമായിട്ട് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.